മറ്റു സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവ്യയുടെ വയറിന്റെ അവിടെ തൊട്ടിട്ട് കുഞ്ഞു പറയുന്നുണ്ട് കേട്ടോ, കുഞ്ഞുവാവി നീ പേടിച്ചു പോയോ? നീ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് അറിയോ? നിന്റെ ചേച്ചി ഒച്ച വെച്ച് കരഞ്ഞിട്ടാണ് ജോണി ജോണി എസ് പപ്പ പാടിത്തന്ന ആ അഭിയുണ്ടല്ലോ, അവരാണ് നിന്നെ രക്ഷിച്ചത്. ഇത് കേൾക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട്, ജോണി ജോണി എസ് പപ്പ പാടിത്തന്ന അഭിയുണ്ടല്ലോ, അവരാണ് ഈ കുഞ്ഞിന്റെ അച്ഛൻ. ഇത് കേൾക്കുമ്പോഴേക്കും ആ കുഞ്ഞിന് ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട് കേട്ടോ. നല്ല അച്ഛനാണ്, എനിക്ക് അച്ഛനില്ലല്ലോ എന്നുള്ള കാര്യം പറഞ്ഞ് സങ്കടപ്പെടുകയാണേ. അങ്ങനെയൊന്നും മോളെ ഒരിക്കലും പറയരുതെന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ പറയുന്നില്ല, എന്നാൽ എനിക്ക് ആശ്രമത്തിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. അച്ഛനും അമ്മയുള്ള ആൾക്കാർക്ക് ഒരച്ഛനും അമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ, എന്നാൽ അച്ഛനും അമ്മയും ഇല്ലാത്ത ആൾക്കാർക്ക് ഈ ലോകത്തിലുള്ള എല്ലാവരും അച്ഛനും അമ്മയാണെന്ന്. ഈ ചെറിയ പ്രായത്തിലും നീ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് സെൻറ്റി അവാർഡ് നവ്യ. ഇത് കാണുമ്പം നവ്യ, നിനക്ക് ഇതൊന്നും സെറ്റ് ആവില്ല, അതൊക്കെ പോട്ടെ, ഈ കുഞ്ഞുമാവ എപ്പോഴാ പുറത്തു വരിക, എപ്പോഴാ എന്റെ കൂടെ കളിക്കാനൊക്കെ വരിക, അതാദ്യം പറ. അധികം വൈകാതെ വരും. പിന്നെ ഒരു കാര്യം, ഈ വയറ്റിലിരിക്കുന്ന കുഞ്ഞും നിന്നെ പോലെ ജോളിയായിട്ട് സന്തോഷമായിട്ടിരുന്ന എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും, അപ്പൊ ഞാനും ഹാപ്പി ആവുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ ബുക്ക് എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുഞ്ഞ്. അതേസമയം നവ്യ മനസ്സിൽ വിചാരിക്കുന്നത്, ഇതൊരു പക്ഷേ അബിയുടെ കുഞ്ഞായിരിക്കുക, അവളുമായിട്ട് ഞാൻ ഒരുപാട് അറ്റാച്ച്ഡ് ആയി, ഇനിയിപ്പം അബിയുടെ കുഞ്ഞാണെന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവളുമായിട്ട് ഇത്രയും അറ്റാച്ച്മെന്റ് ആവാൻ വേണ്ടി പറ്റുമോ? എന്തായാലും അബി ഒരു കാര്യം ഉറപ്പാണ്, നിന്റെ കുഞ്ഞാണെന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അഴകിയൊന്നും ചെയ്യില്ല, പക്ഷെ നിന്നെ ഞാൻ കൊന്നു കളയും. അങ്ങനെ നവ്യ അങ്ങനെ മനസ്സിൽ ഓരോന്ന് പറയുന്നത് അഴകിയുടെ ശ്രദ്ധപ്പെടുകയാണ്. എന്ത് പറ്റി നവ്യ, നിനക്ക് ലൂസായോന്ന് ചോദിക്കുമ്പോൾ ഒന്ന് പോടി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ചിരിക്കുകയാണേ. അത് കഴിഞ്ഞ് രാത്രി എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. ആരും പരസ്പരം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഇത് കണ്ടിട്ട് നവ്യ പറയുന്നുണ്ട്, ഇനി എത്ര നാള് ഇങ്ങനെ എല്ലാവരും മിണ്ടാതിരിക്കും? ഇപ്പോ നമ്മുടെ വീട്ടിലേക്ക് ആരുടെ കുട്ടിയാണെന്ന് അറിയാതെ ഒരു കുഞ്ഞു വന്നു, അതല്ലേ കാര്യം. ഇത് ആരുടെ കുഞ്ഞാണെന്നുള്ള കാര്യം കണ്ടുപിടിക്കാതെ എല്ലാവരും വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ പ്രശ്നം തീരുമോ? ഇത് കേൾക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട്, നീ എന്താ നവ്യ പറയുന്നത്? ഒരു കുഞ്ഞ് വീട്ടിലേക്ക് കയറി വന്നത് നിനക്കൊരു സാധാരണ പ്രശ്നമായിട്ടാണ് തോന്നുന്നത്? ഇത് നമ്മുടെ കുടുംബത്തിന്റെ മാനം തന്നെ പോകുന്ന രീതിയിലുള്ള വലിയ പ്രശ്നമാണ്. ഇതിനേക്കാളും വലിയ പ്രശ്നമായിട്ട് നിങ്ങളും ഈ എന്റെ അമ്മായിമ്മ ഇരിക്കുന്നുണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ലേ? അതുപോലെ തന്നെയാണ് ഇതും. അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യം ചെയ്യണം. തുടർന്ന് മുത്തശ്ശി പറയുന്നുണ്ട്, എല്ലാവരും ഒന്നും മിണ്ടാതിരിക്കോ, നമ്മൾ എല്ലാവരോടും കൂടിയിരിക്കുന്നത് ഈ കുഞ്ഞിന്റെ പ്രശ്നത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാനാണ്. ഇങ്ങനെ ആവശ്യമില്ലാതെ നിങ്ങൾക്കിടയിൽ തന്നെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വെറുതെ ടെൻഷൻ ആവണ്ട. തുടർന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഈ വീട്ടില് നയനയും അതുപോലെ ആദർശൻ ഓഫീസിൽ പോകുന്ന ആൾക്കാരാണ്, എങ്കിൽ പോലും നയന ഇത്രയും ദിവസം ആ കുഞ്ഞിനെ നോക്കി ഇടയ്ക്കിടയ്ക്ക് നവ്യയും നോക്കുന്നുണ്ട്, പക്ഷെ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വീട്ടിലിരിക്കുന്ന ഓരോരുത്തരും ആ കുഞ്ഞിനെ ഓരോ ദിവസം നോക്കണം, മാറി മാറി. വെറുതെ നോക്കിയാൽ പോരാ, ഒരു ദിവസം രാവിലെ മുതൽ പിറ്റേ ദിവസം രാവിലെ വരെ അവരുടെ മേലായിരിക്കും മുഴുവൻ ഉത്തരവാദിത്വം. ഇത് കേട്ട ഉടനെ തന്നെ ജലജ പറയുന്നുണ്ട്, അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള കാര്യം. ഇത് കേട്ട ദേവയാനിയാണെങ്കിൽ അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല, എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഒരു തീരുമാനം എടുക്കുമ്പോൾ പറ്റില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഇവിടെ എല്ലാവരും ഇത് അബിയുടെ കുഞ്ഞാണെന്നുള്ള കാര്യം ഓർത്തിട്ടാണ് സംശയിക്കുന്നത്. എന്താ ഏട്ടത്തി ഇങ്ങനെ പറയുന്നത്? ഈ വീട്ടില് എല്ലാവരും ഇവനെയാണ് കൊള്ളില്ലാത്തവനായിട്ട് കാണുന്നത് എന്ന് കരുതിയിട്ട് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ഇത് ഇവന്റെ തലയിലിടുകയാണോ? അങ്ങനെ ജലജ പറഞ്ഞ് കേൾക്കുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, ശരി, ഇതെല്ലാം DNA ടെസ്റ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് ആരുതാന്നുള്ള കാര്യം മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ആരും അതിനെക്കുറിച്ച് ഇപ്പൊ സംസാരിക്കേണ്ട ആവശ്യമില്ല. ആദർശ്, ഈ കുഞ്ഞിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ല, പക്ഷെ ആ ഡോക്ടർ വന്ന ഉടനെ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, അതൊക്കെ നമുക്ക് വഴിയെ നോക്കാം. എന്തായാലും നാളെ മുഴുവനും ജലജ നോക്കട്ടെ ആ കുഞ്ഞിനെ എന്ന് പറയണം കേട്ടോ മുത്തശ്ശി. അടുത്തതാരാന്നുള്ള കാര്യം നാളെ തീരുമാനിക്കാം എന്ന് പറയാണേ. എന്താ അമ്മേ ഫസ്റ്റ് തന്നെ എന്നിൽ നിന്ന് തുടങ്ങേണ്ട കാര്യം എന്ന് ചോദിക്കുമ്പോൾ, നോക്ക് ജലജെ, നീ എന്തായാലും ഒരു ദിവസം കുഞ്ഞിനെ നോക്കിയല്ലേ പറ്റുള്ളൂ. ഇപ്പൊ നിനക്ക് ഫസ്റ്റ് ദിവസം പറ്റില്ല എന്നുണ്ടെങ്കിൽ നാളെ വേറെ ആരെങ്കിലും നോക്കുവോ? ഇത് കേൾക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട്, എന്തിനാ മുത്തശ്ശി അമ്മയെ വേറെ ആളെ നോക്കുന്നത്? എന്തായാലും ജലജ തന്നെ നോക്കട്ടെ നാളെ. എല്ലാ കാര്യത്തിലും അവളാണല്ലോ മുൻപന്തിയിൽ നിൽക്കുന്നത്. തലയൊക്കെ ചൊറിഞ്ഞുകൊണ്ട് ജലജ പറയുന്നുണ്ട്, ശരി ഞാൻ തന്നെ നോക്കിക്കോളാം. അത് കഴിഞ്ഞ് ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അഴകി നീ എന്നെ ഇന്ന് ഒറ്റിക്കൊടുത്തതല്ലേ, അതുകൊണ്ട് നാളെ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ എന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ നീ ഈ വീട് വിട്ടു പോകുന്നത് തന്നെ നോക്കാം. തുടർന്ന് പിറ്റേ ദിവസം രാവിലെ എല്ലാവരും ഹാളിൽ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് അഴകിയാണെങ്കിൽ കാലിങ്ങനെ കൊക്കിക്കൊണ്ട് കളിച്ചോണ്ടിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എവിടുന്നോ വന്ന ആ പെണ്ണിനെ ഞാൻ നോക്കേണ്ട അവസ്ഥയാണല്ലോ. അങ്ങനെ ആ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഴാണ്.
അയ്യോ മോളെ എന്തെങ്കിലും പറ്റിയോന്ന് ചോദിച്ചിട്ട് ദേവയാനിയും മുത്തശ്ശനും എല്ലാവരും അരികിലേക്ക് ചെല്ലുന്നുണ്ടേ. ഞാൻ കളിച്ചോണ്ടിരിക്കുമ്പോൾ വീണു പോയി എന്ന് പറയുകയാണേ. മോളെ നീ എന്തെങ്കിലും കഴിച്ചോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല, എനിക്ക് ആരും ഒന്നും തന്നില്ല, വയറ്റിനുള്ളിൽ നിന്ന് കുറുകുറുന്ന് സൗണ്ട് കേൾക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്നിട്ടും എന്താ മോളെ നീ ഒന്നും ചോദിക്കാണ്ടിരുന്നത്? അന്ന് കിച്ചണിൽ പോയിട്ട് ഞാൻ എല്ലാം തള്ളിയിട്ടില്ലേ, അതുകൊണ്ടാണ് ഞാനൊന്നും പറയാണ്ടിരുന്നത്. ഞാൻ പോയിട്ട് ലൈനിൽ നിൽക്കട്ടെ, എനിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തരുമെന്ന് ചോദിക്കുകയാണേ. നീ എന്തിനാ മോളെ ലൈനിൽ നിൽക്കുന്നതെന്നുള്ള കാര്യം ദേവയാനി ചോദിക്കുന്ന സമയത്ത്, ആശ്രമത്തിൽ എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും കൂടെ ലൈനിൽ നിൽക്കണം, പക്ഷെ ഇവിടെ എങ്ങനെയാ കഴിക്കേണ്ടതെന്ന് എനിക്കറിയില്ല, ആരോടും ഒന്നും ചോദിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ, അതുകൊണ്ട് അവരെന്തെങ്കിലും തന്നാൽ ഞാൻ വാങ്ങി തിന്നും. ഇത് കേൾക്കുമ്പോൾ ദേവയാനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട് കേട്ടോ. ആ കുഞ്ഞിൻ്റെ അടുത്ത് ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് അതിൽ പോയിട്ട് ദേവയാനി പാലും അതുപോലെ ആപ്പിളും കട്ട് ചെയ്തും കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ കുഞ്ഞത് മേടിച്ച് തിന്നുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നവ്യ പറയുന്നുണ്ട്, മുത്തശ്ശ ഇന്ന് അമ്മയല്ലേ കുഞ്ഞിനെ നോക്കേണ്ടത്, അതുകൊണ്ട് തന്നെ കുഞ്ഞെണീറ്റ ഉടനെ തന്നെ ആ കുഞ്ഞിന് എന്തെങ്കിലും കൊടുക്കേണ്ടത് അമ്മ ചെയ്യേണ്ടത് കാര്യമല്ലേ? എന്നെ കൊണ്ടോ നയനയെ കൊണ്ടോ ചെയ്യാൻ വേണ്ടി പറ്റാഞ്ഞിട്ടല്ല, പക്ഷെ ഇവരിങ്ങനെ ചെയ്യുന്നത് തെറ്റല്ലേ മുത്തശ്ശ? തുടർന്ന് നയന ചോദിക്കുന്നുണ്ട്, ആ കുഞ്ഞ് എന്ത് തെറ്റാ ചെയ്തത്? അതിനോട് വെറുതെ ദേഷ്യം കാണിക്കുന്നത് എന്തിനാ? ഞാനിതൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല, എന്നാൽ കുഞ്ഞിന്റെ കൂടെ കളിച്ച് രസിക്കാൻ വേണ്ടിയിട്ട് അവളുടെ പ്രായമല്ല എനിക്ക്. ഇത് കേൾക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ജലജെ കുഞ്ഞിനെ എല്ലാവരും ചേർന്ന് നോക്കണം, വേറെ വഴിയൊന്നുമില്ല. എല്ലാവരും വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ഉള്ളത്, എന്നിട്ടും എന്നെ കൊണ്ട് പറ്റില്ല അത് ഇതെന്നൊക്കെ പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? തുടർന്ന് മുത്തശ്ശി പറയുന്നുണ്ട്, ഈ കുഞ്ഞ് ആരുടെ കുഞ്ഞ് വേണമെങ്കിലും ആയിക്കോട്ടെ, ഈ വീട്ടിലിരിക്കുന്നിടത്തോളം കാലം നമ്മൾ വേണം ആ കുഞ്ഞിനെ നോക്കാൻ. ഇപ്പൊ വീണിട്ട് ആ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? തുടർന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഉത്തരവാദിത്തങ്ങൾ തട്ടിക്കളിക്കുന്നത് എളുപ്പമായിട്ടുള്ള കാര്യമാണ്, എന്നാൽ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്ത് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടം തന്നെയാണ്. അത് എന്താന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കി ജലജെ, നീ കാരണമാണ് അഭിയും ഇപ്പൊ ഇങ്ങനെയായി കിടക്കുന്നത്. കുഞ്ഞ് ഇവിടുന്ന് പുറത്തു പോവാതെ നോക്കണം, അതുമാത്രമല്ല മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതിനിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് ചെയ്തിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ പോകേണ്ട കാര്യം കൺഫേം ആയിരിക്കും. അങ്ങനെ എല്ലാവരും കൂടി ജലജയുടെ തല തിന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അവസാനം ഗതി കെട്ടിട്ട് നീ വാ എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെയും കൂട്ടിയിട്ട് അവിടുന്ന് പോകണേ. പോകുന്ന സ്റ്റൈല് കണ്ടിട്ട് നയന അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയെ ചെല്ലാൻ വേണ്ടി പോകുമ്പോൾ നവ്യ പറയുന്നുണ്ട്, നീ ഇങ്ങോട്ട് വാ, നിനക്ക് മാത്രമാണോ ആ കുട്ടിയെ നോക്കാനുള്ള അവകാശം ഉള്ളത്, എല്ലാവരും ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് നയനയും കൂട്ടിയിട്ട് അവിടുന്ന് പോവാണ്. എല്ലാവരും അവിടുന്ന് പോയി കഴിഞ്ഞതിന് ശേഷം അനാമികയും അതുപോലെ ജാനകി മാത്രമേ ഉള്ളേ. എന്നിട്ട് ജാനകി അനാമികയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അനിയത്തിനെ കുറിച്ച് എന്തെങ്കിലും നിന്റെ അടുത്ത് പറഞ്ഞോ എന്നുള്ള കാര്യം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മാനം തന്നെ പോവും, നമുക്ക് സ്വത്തിൽ ഒരു പങ്കും കിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അമ്മേ അനി അങ്ങനത്തെ തെറ്റുകളൊന്നും ചെയ്യുന്ന ഒരാളല്ല എന്ന് പറയാൻ കേട്ടോ. ശരിയെന്ന് പറഞ്ഞിട്ട് ജാനകി അവിടുന്ന് പോവാണ്. അത് കഴിഞ്ഞിട്ട് ജാനകി പോയി കഴിഞ്ഞതിന് ശേഷം അയ്യോ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല, അമ്മ ഇപ്പം എന്നെ കുഴപ്പിച്ചല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കുകയാണേ. അത് കഴിഞ്ഞ് നമ്മുടെ ജലജ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നവ്യയ്ക്ക് അരികിലേക്ക് വരികയാണ് കേട്ടോ അഴകി. എന്നിട്ട് നവ്യ അഴകിയും കൂട്ടിയിട്ട് ജലജയ്ക്ക് അരികിലേക്ക് വന്നിട്ട്, ഇങ്ങനെ ചുമ്മാ ഇരുന്നാൽ മതിയോ, ആ കുഞ്ഞ് എൻ്റെ അരികിലേക്ക് വന്നത് ബാത്റൂമിൽ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കൊടുത്തിട്ട് ചുമ്മാ ഇങ്ങനെ ഇരുന്നാൽ മതിയോ, ആ കുഞ്ഞിനെ നോക്കണം എന്നുള്ള കാര്യം പറഞ്ഞു തന്നത് മറന്നുപോയോ? അപ്പൊ ആ കുട്ടി ചോദിക്കുന്നുണ്ട്, എനിക്ക് കുളിക്കണം, ആരാ എന്നെ കുളിപ്പിച്ചു തരാ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇന്ന് നിന്റെ മുഴുവൻ കാര്യങ്ങളും നോക്കാൻ വേണ്ടി പോകുന്നത് ഇതാ ഈ ആന്റിയാണ്, അവരെടുത്ത് പറഞ്ഞാൽ മതി നിനക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നുള്ള കാര്യം പറയുമ്പോൾ നീ വെറുതെ എന്നെ കളിപ്പിക്കാൻ നിൽക്കല്ലേ എന്നുള്ള കാര്യം ജലജ നവ്യയുടെ അടുത്ത് പറയുകയാണേ. ഇത് കേൾക്കുമ്പോൾ നവ്യ, എന്താ അമ്മ ഇങ്ങനെ പറയുന്നത്, അധികം വൈകാതെ ഒരു മോനോ മോളോ പേരക്കുട്ടിയായിട്ട് നിങ്ങൾക്ക് വരാൻ വേണ്ടി പോവാണ്, അപ്പോൾ ദൈവമായിട്ട് നിങ്ങൾക്ക് ഒരു അവസരം തന്നതാണ് കാര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടി പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ വിചാരിച്ച് സന്തോഷപ്പെട്ടോളൂ, അങ്ങനെ ഞാൻ തന്നെ കുളിപ്പിക്കാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ജലജ അവിടുന്ന് കുളിപ്പിക്കാൻ കൊണ്ടുപോകണേ. കുളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ജലജയുടെ മേലും ആ കുട്ടി സോപ്പാക്കുന്നു വെള്ളാക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് റൂമിലിരുത്തിയിട്ട് മുടി ചെയ്യിക്കൊണ്ടിരിക്കുമ്പോൾ നയനയും നവ്യ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കുഞ്ഞിൻ്റെ അടുത്ത് നല്ല സ്വഭാവത്തോട് കൂടിയിട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ പൗഡർ ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ കുഞ്ഞ് പൗഡർ തിരിച്ചു ഇട്ട് കൊടുക്കണം. എൻ്റെ മേക്കപ്പ് ഒന്നും പോക്കല്ലേ എന്ന് പറഞ്ഞിട്ട് തുടച്ചു കളയുന്നുണ്ട്. ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഇവിടെ നല്ല കിഴുക്ക് കൊടുക്കാൻ വേണ്ടി തോന്നുന്നുണ്ട്, പക്ഷെ സെക്യൂരിറ്റി മാതിരി രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമല്ലേ. അങ്ങനെ നല്ല മോളല്ലേ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞ് സോപ്പിടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം വാ നമുക്ക് കളിക്കാൻ വേണ്ടി പോകുന്നുണ്ട്, പിടിച്ചു വലിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ പുറത്തുനിന്ന് ബോൾ കളിപ്പിക്കുകയാണ്. അങ്ങനെ കളിച്ച് നടുവൊക്കെ വേദനയായിട്ട് പൊന്നു മോളെ എന്നെ ഒന്ന് വെറുതെ വിടുന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് കുഞ്ഞിനും എന്തോ പാവം തോന്നുന്നുണ്ട്. പാവം എൻ്റെ കൂടെ കളിച്ചിട്ട് ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. എന്താ ഇപ്പൊ ചെയ്യാന്നുള്ള കാര്യം ആലോചിച്ചിട്ട് ആ കുട്ടി നേരെ ഉള്ളിൽ പോയിട്ട് മരുന്നൊക്കെ വെക്കുന്ന പെട്ടിയിൽ നിന്ന് സിറിഞ്ച് എടുത്തുകൊണ്ട് വരികയാണേ.
അതേസമയം ജലജ അവിടെ കിടന്ന് ഉറങ്ങിപ്പോകുന്നുണ്ട്. അങ്ങനെ സിറിഞ്ച് വെച്ചിട്ട് കുത്തുകയാണ് ചെയ്യുന്നത്. അയ്യോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ചു കൂട്ടാണ് കേട്ടോ. എന്നിട്ട് ഈ കുട്ടി എന്തോ വെച്ച് എന്നെ കുത്തി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഞാൻ എന്തോ വെച്ച് കുത്തിയതല്ല, ഞാൻ അവർക്ക് സൂചി വെച്ചതാന്ന് പറയാണേ. സൂചി കാണുമ്പോൾ നവ്യ പറയുന്നുണ്ട്, മോളെ നീ ഇതൊന്നും എടുത്ത് കളിക്കരുത് എന്ന് കേട്ടോ. കണ്ടല്ലോ, ഞാൻ വെറുതെ കൂവിയതല്ല എന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലായില്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ദേവയാനി ചോദിക്കുന്നുണ്ട്, അതൊക്കെ ഇരിക്കട്ടെ, നീ എന്തിനാ സൂചി എടുത്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് പിന്നെ എൻ്റെ കൂടെ കളിച്ചിട്ട് കാല് വേദനിക്കുന്നു, നടുവേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇഞ്ചക്ഷൻ കൊടുത്തതാണെന്ന് പറയണേ. നിനക്ക് ഡോക്ടർ ജോലിയൊക്കെ അറിയുമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അറിയാം, വലിയ കുട്ടിയായിട്ട് ഡോക്ടറായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സൂചി വെക്കുമെന്ന് പറയണേ. ഇത് കേൾക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നീ ഗുഡ് ഗേൾ ആണ്, പക്ഷേ നീ വലിയ കുട്ടിയായി ഡോക്ടർ ആവുന്നത് വരെ ഈ പ്രായത്തിലൊന്നും നീ മരുന്നെടുക്കുകയോ അല്ലെങ്കിൽ സൂചി എടുക്കുകയോ ഒന്നും ചെയ്യരുത്. ഇപ്പൊ നീ അത് ചെയ്യുന്നത് തെറ്റാണ്. വലിയ കുട്ടിയായാൽ മാത്രമേ ആർക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം നിനക്ക് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നീ ഡോക്ടറേറ്റ് എടുക്കുന്ന സമയത്ത് നിനക്ക് അതിനെക്കുറിച്ച് എല്ലാം പറഞ്ഞു തരും. ഇനി ഇതുപോലെ ആരടുത്തും ഒന്നും ചെയ്യരുതെന്ന് പറയാണ്. നീ ചെന്നിട്ട് ആന്റീനോട് സോറി പറ എന്ന് പറയുമ്പോൾ ചെന്നിട്ട് സോറി പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ചിരിക്കുകയാണ് കേട്ടോ. അതേസമയം കണ്ടില്ല, ഇവളെന്നെ ഓരോന്ന് ചെയ്തിട്ട് എല്ലാവർക്കും ചിരിയാ വരുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എല്ലാവരും പോവാണ്. അത് കഴിഞ്ഞ് ആ കുട്ടിയും അതുപോലെ നയനയും നവ്യ മാത്രമേ ഉള്ളൂ. അഴകി, നീ എന്താ ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ നയന. ഇത് കേൾക്കുന്ന സമയത്ത് ആ കുട്ടി പറയുന്നത്, എന്ത് ചെയ്യാനാ നയനെ, ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും ആ ആന്റി എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ഇത് കേൾക്കുമ്പോൾ നവ്യ പറയുന്നത്, നീ ഒന്നും മിണ്ടാതിരിക്കുന്ന അതിനെ, വീട്ടിലുള്ള ഓരോരുത്തർക്കും ഇങ്ങനത്തെ പണി കൊടുക്കുന്നത് നല്ലത്. ഗുഡ് ഗേൾ എന്ന് പറഞ്ഞ് കൈ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഹൈഫൈ അടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ എടുത്തിട്ട് ചുറ്റാൻ വേണ്ടി നോക്കുമ്പോൾ ചേച്ചി ചെയ്യണ്ട, ഞാൻ ചുറ്റാം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ എടുത്ത് ഇങ്ങനെ ചുറ്റി കളിക്കുകയാണ്. അത് കഴിഞ്ഞ് നയന റൂമിൽ തുണി മടക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഴകി വന്നിട്ട് ഇങ്ങനെ നോക്കുന്നത് നയനയുടെ ശ്രദ്ധയപ്പെടുന്നുണ്ട്. പക്ഷെ അറിയാത്ത പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഉള്ളിലേക്ക് കയറി വന്നിട്ട് ഠോ എന്ന് പറയുമ്പോൾ അയ്യോ ഞാൻ പേടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുഞ്ഞിൻ്റെ മേലെ അഭിനയിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ സംസാരിക്കുന്നതിനിടയ്ക്ക് കനക വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. വീഡിയോ കോൾ ചെയ്യുന്നതിനിടയ്ക്ക് നയനെ ഇത് ആരാന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതാരാ മോളെ അവിടെ സൗണ്ട് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇത് ഞാനാണ് അഴകി. ഈ ആന്റി എന്താ ഫോണിൽ നിന്ന് പുറത്തു വരാത്തത്, പാവം പുറത്തു വരാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് തോന്നുന്നത്, പുറത്തോട്ട് വരാൻ വേണ്ടി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കനക വീണ്ടും ചോദിക്കുന്ന സമയത്ത് അന്ന് നടന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ പറയുകയാണ്. ഫോൺ വെച്ചതിന് ശേഷം കനക മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇതെന്താ ഇപ്പൊ ഇങ്ങനൊരു ബോംബ് ഇട്ടത്, ഇതിപ്പോ ആരുടെ കുഞ്ഞായിരിക്കും എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുകയാണ്. അതേസമയം ജലജയാണെങ്കിൽ കുഞ്ഞിനെ നോക്കി മടുത്തു. വീണ്ടും കുഞ്ഞരികിലേക്ക് വരുന്ന സമയത്ത് അബിയുടെ അടുത്ത് ദയവ് ചെയ്തിട്ട് കുറച്ചു നേരം അവളെ നോക്കടാ, നിന്റെ അമ്മയല്ലേ പറയുന്നത്, ഞാനൊന്ന് ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുത്തോട്ടേടാന്നൊക്കെ പറഞ്ഞ് സോപ്പിടാണ്. അപ്പൊ ഞാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് അബിയാണെങ്കിൽ ഒരു പദ്ധതി പ്ലാൻ ചെയ്യാണ്. ആ കുഞ്ഞിന് ചോക്ലേറ്റ് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഞാൻ പറയുന്ന ആളാണ് നിന്റെ അച്ഛൻ എന്നുള്ള കാര്യം നീ പറയണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദർശിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നീ പറയുമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ കുട്ടിക്ക് ആദ്യം മടിയുണ്ടെങ്കിലും പക്ഷെ പിന്നീട് പറയാന്ന് പറയണം. കാരണം ചോക്ലേറ്റ് ഒക്കെ കൊടുത്തല്ലോ, നിനക്ക് ഒരുപാട് ചോക്ലേറ്റ് മേടിച്ചു തരാന്നൊക്കെ പറഞ്ഞ് സോപ്പിടാണ്. അങ്ങനെ ആ കുട്ടി പറയാന്നുള്ള കാര്യം പറയുമ്പോൾ ആബിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇത്രയും നാള് എന്നെയാണല്ലോ എല്ലാവരും കുറ്റപ്പെടുത്തിയത്, എന്തായാലും ആദർശാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും എന്നുള്ള കാര്യം വലിയൊരു പദ്ധതിയൊക്കെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ നിൽക്കുവാണല്ലോ. അത് കഴിഞ്ഞ് വീണ്ടും രണ്ടുപേരും കൂടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജലജ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. ഇനി അമ്മ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കളിക്കാന്നുള്ള കാര്യം പറയുമ്പോൾ ദയവ് ചെയ്തിട്ട് നീ എന്തിനാ എന്നെ എങ്ങനെ വെറുപ്പിക്കുന്നത്, ഞാനിപ്പം ടയർഡായിട്ട് വന്ന് ഒന്ന് എണീറ്റ് ക്ഷീണം മാറ്റി വന്നേ ഉള്ളൂ, ഇനി വീണ്ടും നീ എന്നെ അവസ്ഥയിലേക്ക് പറഞ്ഞു വിടല്ലേ എന്നൊക്കെ പറയണം കേട്ടോ കുട്ടീൻ്റെ അടുത്ത്. നിന്റെ അച്ഛൻ ആരാന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ അവരെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് നിന്നെ അവരെ കൂടെ പറഞ്ഞു വിടും. അപ്പൊ ആ കുട്ടി ഇങ്ങനെ മുഖത്തേക്കിനെ നോക്കി നിൽക്കുകയാണ്. നീ എന്താ നോക്കുന്നത്, നിന്റെ അച്ഛൻ ആരാന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് അവരുടെ കൂടെ നിന്നെ വിട്ടു കഴിഞ്ഞാൽ നിന്നെ ഭദ്രമായിട്ട് നോക്കുമല്ലോ. ഇത് കേൾക്കുമ്പോൾ കുട്ടി പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ ആരാന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പോഴേക്കും അറിയാമെന്ന് നീ പറഞ്ഞ സത്യമാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേന്ന് പറയണം. അങ്ങനെ എല്ലാവരും വിളിച്ചു കൂട്ടുകയാണ് കേട്ടോ. പെട്ടെന്ന് ഓടിവാ, ഈ കുട്ടിക്ക് അറിയാം ഈ കുട്ടിയുടെ അച്ഛൻ ആരാന്നുള്ള കാര്യം എന്ന് പറയാണ്. കണ്ടില്ലേ അഴകി പറയുന്നത്, അവൾക്ക് അവളുടെ അച്ഛൻ ആരാന്നുള്ള കാര്യം അറിയും, അവൾക്ക് എന്തോ ഓർമ്മ വന്നെന്നാ തോന്നുന്നത്. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്, ഇതിപ്പോൾ ആരായിരിക്കും എന്നുള്ള കാര്യം. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി പറഞ്ഞതേ നിങ്ങൾ പറയുള്ളൂ. അതുകൊണ്ട് അവൾ എന്താ പറയുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ കേട്ടുള്ളൂ. ഇത് കേൾക്കുമ്പോൾ ദേവയാനി പറയുന്നത്, വീണ്ടും നിന്റെ പണി തുടങ്ങിയോ ജലജെ? ഇത്രയും ദിവസമായിട്ട് ആരും ചോദിച്ചിട്ട് ആ കുട്ടി അവരുടെ അച്ഛൻ ആരാന്നുള്ള കാര്യം പറയാത്തത് ഇപ്പൊ നിന്റെ അടുത്ത് എങ്ങനെയാ പറയുന്നത്?
അത് കഴിഞ്ഞിട്ട് നയന ആദർശിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഇതെന്താ ആദർശേട്ടാ പെട്ടെന്ന് കഥയിൽ ഒരു ഇങ്ങനൊരു ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് എന്തായാലും വിശ്വാസമുണ്ട് നമ്മുടെ വീട്ടിൽ ആരും ആയിരിക്കില്ല ആ കുട്ടിയുടെ അച്ഛൻ. അങ്ങനെയെങ്കിലും നമ്മുടെ വീട്ടിലുള്ള കുഴപ്പങ്ങ് തീരട്ടെ. ഞാൻ എന്തിനാ ഇടത്തെ അനാവശ്യമായിട്ട് കള്ളം പറയുന്നത്? ഈ കുട്ടി ഇപ്പോഴാ എൻ്റെ അടുത്ത് അറിയുമെന്ന് പറഞ്ഞത്. ആരെയാ പറയാൻ പോകുന്നതെന്നുള്ള പോലും എനിക്കറിയില്ല. നീയല്ലേ ഇപ്പൊ പറഞ്ഞത് നിന്റെ അച്ഛനെ അറിയുമെന്നുള്ള കാര്യം പറയുമ്പോൾ അതെ ഞാൻ തന്നെയാ പറഞ്ഞത് എനിക്ക് എൻ്റെ അച്ഛനെ അറിയാം എന്നുള്ള കാര്യം. ഞാൻ ഇപ്പൊ പറയാം. ആ പറയുന്നു പറയണേ ജലജ. തുടർന്ന് മുത്തശ്ശനും പറയുന്നുണ്ട്, മോളെ ആരാന്നുള്ള കാര്യം വെച്ചാ പറ. അത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ പിടിക്കാണ് താടേക്ക്. അങ്ങനെ കൈ ചൂണ്ടിയിട്ട് കൊണ്ടുപോയി ഓരോരുത്തരുടെ അടുത്ത് കൂടെ പോകുമ്പോഴേ ഞാനൊന്നും ചെയ്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവസാനം കൊണ്ടുപോയിട്ട് ആദർശിന്റെ നേർക്കാണ് കൈ ചൂണ്ടുന്നത്. അങ്ങനെ ആദർശ് എന്ന് പറയുമ്പോൾ ഞാനൊന്ന് ചോദിക്കുകയാണ്, ആദർശ് എന്താ ആദർശയുടെ ഇതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ തന്നെ ചോദിക്കാം, മോളെ നിന്റെ അടുത്ത് ആരാ പറഞ്ഞ് ഞാനാ നിന്റെ അച്ഛൻ എന്നുള്ള കാര്യം? എനിക്കറിയാം നിങ്ങൾ തന്നെയാണ് എൻ്റെ അച്ഛൻ എന്ന് പറയുകയാണേ. ഇത് കേൾക്കുമ്പോൾ നയന ഇങ്ങനെ തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്.